നിയോന്റെ വിശ്വാസം എന്താണെന്ന് പറയോ? നിയോൺ അതെ. വിശ്വാസമല്ല ഹലോ ഉണ്ട്. അല്ലല്ലോ, ആളുടെ ഐഡന്റിറ്റി ആദ്യം പറയുക. മീൻസ് എന്താണ് നമ്മൾ നിയോന്റെ വിശ്വാസം എന്ന് ഹോൾഡ് പറയോ? ചെയ്യുന്ന കാര്യം. നിയോൺ വിശ്വാസം അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര കടുത്ത വിശ്വാസമൊന്നുമല്ല. എങ്ങനെ 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 കടുത്ത വിശ്വാസമല്ല, ഏതോ ഒരു ചെറിയ വിശ്വാസം ഉണ്ടത്രേ. അല്ല, ഏത് വിശ്വാസിയാണ് താങ്കൾ? ഇസ്ലാം മത വിശ്വാസിയാണോ, ക്രൈസ്തവ വിശ്വാസിയാണോ, ഈ ഹൈന്ദവ വിശ്വാസിയാണോ, ഡിങ്ക വിശ്വാസിയാണോ? ഇസ്ലാം മതവിശ്വാസിയാണ്. ഇപ്പൊ ബൈബിൾ ഇങ്ങനെ പഠിക്കുന്നത് വെറുതെ വായിച്ചു നോക്കുന്നുണ്ട്. ഇസ്ലാം മത അതിന് വിശ്വാസിയാണ് അല്ലേ? അറിയാനുള്ളത് ഇതുണ്ട്. അതെ അതെ. അപ്പൊ താങ്കളപ്പം ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണോ? നല്ല ഈമാനുള്ള വിശ്വാസിയാണോ? ഈമാനുള്ള വിശ്വാസം തന്നെയല്ലേ? ആണോ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഞങ്ങൾ ഈമാനുള്ള വിശ്വാസം തപ്പി എനിക്കിപ്പോ നടക്കുവായിരുന്നു. നമ്മൾ ടോപ്പിക് ഹലോ നമ്മളൊരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഈമാനുള്ള ഏതെങ്കിലും വിശ്വാസി ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കി നടക്കുമായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഡൗട്ട് നമ്മള് ചോദിക്കണം. ബൈബിൾ അല്ല ഇവിടെ ടോപ്പിക് എടുത്തേക്കുന്നത്. ബൈബിൾ നമ്മൾ രാവിലെ ഇടുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ഡൗട്ട് ഇസ്ലാമിനെ പറ്റി ക്ലിയർ ഒന്നും ചെയ്ത് അറിയത്തില്ല. തന്നാൽ. ഇസ്ലാമിനെ പറ്റി ഹലോ ഹലോ ഈമാനുള്ള ഹലോ ഹലോ വിശ്വാസി കയറി വരുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കേണ്ടതല്ലേ? അപ്പൊ അത് നിങ്ങളുടെ ബാധ്യതയല്ലേ ചോദിക്കേണ്ടത്? അതായത് ചോദ്യം ഇതാണ്: വളർത്തുമകന്റെ ഭാര്യയെ നിക്കാഹ് ചെയ്യുന്ന ഉത്തമ മാതൃകയാണോ എന്ന് ചോദിക്കുന്നത്. അതായത് മുഹമ്മദ് വളർത്തുമകനായ സയ്യിദിന്റെ ഭാര്യയായ സൈനബയെ നിക്കാഹ് കഴിച്ചത് ഉത്തമ മാതൃകയാണോ വിശ്വാസികൾക്ക്? എനിക്കിപ്പോ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിലൊരു ഡൗട്ട് ഉണ്ട്. അതൊന്ന് ക്ലിയർ ആക്കി തരാം നിങ്ങൾ ആദ്യം, എന്നിട്ട് വേണം എനിക്ക് അത് ഇല്ല ഇല്ല, അതിപ്പോ ഞങ്ങളെ അതിപ്പോ എടുക്കുന്നില്ല. ബോബി അതല്ല നമ്മള് നിയോണെ ഞങ്ങള് ഈ ബൈബിൾ എടുക്കുന്നുണ്ട്. രാവിലെയാണ് അത് ബൈബിൾ എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ രാവിലെ എന്താ വെച്ചാൽ ഇസ്ലാമിനെ പറ്റി ഞാന് രാവിലെ അങ്ങനെ ഇതിൽ ഇരിക്കാറില്ല. രാവിലെ നമുക്ക് ഇവിടെ പണിയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ എനിക്ക് രാവിലെ കയറാൻ പറ്റില്ല. അതാണ്. നിയോടെ അപ്പൊ കല്യാണത്തിന് അപ്പൊ ചെന്നിട്ട് ഞങ്ങളിപ്പോ സുന്നത്തെപ്പോഴാന്ന് ഞങ്ങള് ചോദിക്കല്ലേ? അല്ല, കല്യാണത്തിൽ ഞാൻ ചെന്നിട്ട് അല്ല സുന്നത്തെപ്പോഴാന്ന് അറിവ് ചോദിക്കല്ലേ? ഞാൻ നാല് വയസ്സ് ഹലോ ഹലോ പിള്ളേർക്ക് ഹലോ ഹലോ സുന്നത്തിലോ? ഹലോ ഹലോ എല്ലാരും മ്യൂട്ട് ചെയ്തേ. ബോണ്ടും നിയോണുമായിട്ട് സംസാരിക്കട്ടെ. എല്ലാരും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ബഹളം. ഞാൻ ഹാൻഡിൽ ചെയ്യാം. അപ്പം നിയോണെ, ഞങ്ങളിവിടെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ്. അതായത് ഖുറാനിൽ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് ഉത്തമ മാതൃകയുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ മാതൃകകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഒരു മുസ്ലിമും പറയുന്നില്ല. അപ്പൊ ഞങ്ങളൊരു മാതൃക അങ്ങോട്ട് ടോപ്പിക് ഇട്ടേക്കുവാണ്. ഹലോ അപ്പൊ അതിനെപ്പറ്റി പറയാൻ പറ്റുമോ? ബൈബിള് പഠിപ്പിക്കാൻ ആരും ഇല്ല അവിടെ. കാസറ്റ് വർക്കൊന്നും ഇല്ലേ? അല്ല, ഇവിടെ ബൈബിൾ മമ്മൂജിന്റെ വിടുമ്പോ മാതൃക, ഖുർആൻ പറ. അതായത് വളർത്തുമകന്റെ ഭാര്യ മരുമോളെ അടിച്ചു മാറ്റി നിക്കാഹ് കഴിച്ചിട്ട് കാറ്റടിച്ചപ്പം ആ കാസറ്റ് വസ്തുക്കളെ മാറ്റി വർക്ക് അള്ളാഹു വന്നിട്ടുണ്ട്. ആളോട് സ്വീകരിക്കുന്ന ചോദിക്കട്ടെ. മുഹമ്മദിന്റെ ആൾക്ക് ആൾക്കാർ ബൈബിൾ ചോദിക്കുന്നത്. അറിയാലോ. അല്ല നിയമനെ, മുഹമ്മദ് ഈ മാതൃക പിൻപറ്റാൻ പറ്റുമോ? അതായത് സ്വന്തം മരുമോളെ അടിച്ചു മാറ്റി നിക്കാഹ് ചെയ്ത മാതൃക പിൻപറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നാണമാണോ, നാണക്കേടാണോ മുഹമ്മദിനെ പറ്റി കേട്ടോ, പറയാൻ? ബോണ്ടെ അവനാണെന്നേ, നിസു ആണെന്നേ. അവനാണ് നിസ്വല്ല ഫറീസ് അജാനെ കാസറ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഞാനത് അവന്റെ താഴത്തേക്ക് പറഞ്ഞു. അല്ല, എനിക്ക് 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 നിസ്വല്ല ഡൗട്ട് നിസ്വല്ല ഉണ്ടായിരുന്നു. അത് നിസ്വല്ല നിസ്വല്ല ആണെന്നേ, അവൻ നിസ്വല്ല നിസുവാണ്. അവൻ സൗണ്ട് അല്ല, മാറ്റി പറയുന്നതാണ്, അത്രേ ഉള്ളൂ. നിസു അല്ലെന്നേ. നിസു എത്ര സൗണ്ട് മാറ്റിയാൽ നമുക്കറിയാം നിസു അല്ലത്. ഇവൻ നമ്മുടെ നിസു അല്ല. റൂമിൽ വരാറുണ്ടെന്നേ. എങ്കിലും അവനെടുത്തോ. അല്ല, അവന് മുഹമ്മദിന്റെ കാര്യം പറയാൻ അവൻ പോയി നാണക്കേടാ. അല്ലല്ല, അവൻ അവൻ പോയി പോയി അനീഷയുടെ സൗഫാന്റെ ഗ്യാസറ്റ് അന്വേഷിച്ചാ വന്നേ. ഇങ്ങോട്ട് കേറി പാടാൻ മോനെ, എടാ സംസാരിക്കാം. നിയോണെ എടാ നിയോണെ നിന്റെ ഈ കള്ള പെണ്ണുപിടിയും പ്രവാചകനെ കാസറ്റ് വിറ്റ് ജീവിച്ചാന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ആർക്കും. നീ അത് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിന്റെ പ്രവാചകൻ അങ്ങനെ ജീവിച്ചത്. 6 വയസ്സ് മുതൽ 66 വയസ്സ് വരെയുള്ള പെണ്ണുങ്ങളെയും കൊണ്ട് നടന്നൊരു പിഴച്ച സാധനമാണ് നിന്റെ പ്രവാചകനെന്നും അവനെയാണ് നീ മഹോന്നതിൽ മ്ലേച്ഛനാണെന്നും പറഞ്ഞ് തലേ ചുവന്നു നടക്കുന്നതെന്നും ഒരു ഒരു ഭൂലോക പെണ്ണുപിടിയനും കൊലപാതകനും കൊള്ളക്കാരനുമാണ് നിന്റെ പ്രവാചകൻ ഞങ്ങൾക്കറിയാം. മനസ്സിലായോ? അവനെ ചുവന്നു നടക്കുന്ന നിന്നെയൊക്കെ മനുഷ്യന്ന് വിളിക്കാൻ പറ്റൂടാ? ഞാന് ഇങ്ങനെ കേൾക്കായിരുന്നു. നസ്രീനാണ് ഈ മറ്റേ ഇതിന്റെ പിന്നിലെന്നുള്ളത് കേട്ടപ്പേ നല്ല സന്തോഷമായി. ഈ RSSന് ഈ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ, അതേപോലെ ഈ ഒറീസയിലെ അസാമിലൊക്കെ അവൻ ഇവിടെ ഇരുന്ന് മദ്രസ ഒക്കെ നിരോധിച്ചെന്ന് പറഞ്ഞപ്പോൾ
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്രസ അല്ല, ഇനി അപ്പുറം പള്ളി നിരോധിച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, മതപരിവർത്തനം നിരോധിച്ചപ്പം നിങ്ങൾ കിടന്ന് കരഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സുവിശേഷം പോലും പറയാൻ കഴിയൂല. ഞങ്ങൾക്ക് പല ഓപ്ഷനുകളുണ്ട്. ഞങ്ങൾക്ക് ലോകത്തിന്റെ നടുക്കടയിൽ വെച്ച് വരെ ജീവിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഉണ്ട്. മദ്രസ നിരോധിച്ചാലും വീടുകളിൽ ഇരുന്ന് കുണ്ടനടിക്കാമല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. വെളിച്ചെണ്ണയൊക്കെ സുലഭമാണല്ലോ. ഞാൻ അതല്ലേ മാന്യായിട്ടല്ലേ ഉദ്ദേശിച്ചേ? സംസാരിക്കുന്ന അല്ലനെ. നീ അല്ല, എനിക്ക് അതല്ലേ അതേ ഉദ്ദേശിച്ചേ? ഭാഷ ഉപയോഗിക്കാറിനോടെ. ഞാൻ വെറുതെ ദൈവത്തിന് തെറി പറയിപ്പിക്കണം എന്നെ കൊണ്ട്. ഞാൻ ദൈവത്തെ എന്തിനാ തെറി എന്നെ പറഞ്ഞു. പ്രൊവോക്ക് ഞാൻ ചെയ്യുന്നത്? നിങ്ങളുടെ ദൈവത്തെ തെറി പറഞ്ഞു. അല്ല, ഈ കുണ്ടനെ അടിക്കുന്ന കാര്യം എനിക്കും അങ്ങോട്ടും പറയാലോ. അയ്യോ, അത് കാസർഗോഡ് ഹലാലല്ലേ? അടിക്കുന്നില്ല. നിങ്ങളുടെ നിസു 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 അങ്ങനെ പോകല്ലേ, നബി അങ്ങനെ ചെയ്ത പോകല്ലേ, കാര്യം അങ്ങനെ അതല്ലേ? പോകല്ലേ, അങ്ങനെ പോകല്ലേ. ഞാനും പരിശുദ്ധാത്മീനെ ചര്യാന്ന് ഞാനും പറയും. വെറുതെ അത് നിൽക്കുന്നത് ഞാൻ അങ്ങനെ നിങ്ങൾ അങ്ങനെ പോകണ്ട. മാന്യമായിട്ട് സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. അല്ല അങ്ങനെ പോകണ്ട. എന്താണ് നിങ്ങളുടെ വിഷയം, പറയൂ. അല്ല, ഞാനിപ്പോ ഇവിടെ മാന്യമായിട്ട് സംസാരിക്കാം. നേരത്തെ മാമൻ സംസാരിച്ചപ്പോ കേട്ടത് പിന്നെ മറ്റേ നസറീന് നിസു ഞങ്ങളെക്കാട്ടിലൊക്കെ ഒത്തിരി പ്രായം കുറഞ്ഞ ആളാണ് കേട്ടോ. പുള്ളിക്കാരന് 10-65 വയസ്സുണ്ട്. എടാ നിനക്ക് അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിനക്ക് നേരിട്ട് നിന്റെ സ്വന്തം ഐഡി ഇട്ടിലും മറ്റേ സ്വന്തം ശബ്ദത്തിലും വരാൻ പാടില്ല. ആദ്യം ഈ കോടി പോകുന്നത് എന്തിനാ പറഞ്ഞേ? അല്ല, അതിപ്പോ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം ഐഡിയിൽ വരാൻ പറ്റില്ലല്ലോ. ബ്ലോക്ക് നിങ്ങൾ ചെയ്യുന്നത് ബ്ലോക്ക് ഒഴിവാക്കി. നിന്റെ തനിക്കോണം കൊണ്ടാടാ, തനിക്കോണം ആര് കൊണ്ടാണ് ബ്ലോക്ക് കാണിക്കോണല്ല, ചെയ്യുന്നത്. ഇവിടെ വരുമ്പോ മാന്യമായിട്ട് സംസാരിക്കുമ്പോ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യും. അപ്പം പിന്നെ മറ്റേ ഈ എനിക്ക് പിന്നെ പറഞ്ഞ വേറെ കല്യാണം എന്റെ തനിക്കോണം ഉപയോഗിക്കും. പോലെയാണ് നിന്റെയൊക്കെ സ്വഭാവം. മാനമര്യാദക്കാണ് ഞാനും മനോഹരിക്കുക. നിസു മ്യൂട്ട് ചെയ്യും. എടാ നിന്നെ പോലെ ഇല്ലാത്തവര് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മനസ്സിലാക്കുക. ആർ ബി ബ്രദറെ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നിസു മ്യൂട്ട് ചെയ്തല്ലേ? നിസു മ്യൂട്ട് ചെയ്തല്ലോ. ഓക്കെ നിസു മൈക്ക് എടുത്ത് സംസാരിച്ചോളൂ. എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്, പറഞ്ഞോളൂ. അല്ല, ഞാനിപ്പം മാമൻ ബ്രദർ ഇവിടെ വന്ന് പറഞ്ഞപ്പേ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾ ഈ ആസാമിലെ ഈ മറ്റേ കേരള സ്റ്റോറി എന്ന് പറയുന്ന സംഘപരിവാർ ഉണ്ടാക്കിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിന് കാര്യങ്ങളും വളവും കൊടുക്കാനുള്ള പരിപാടിയൊക്കെ നസറീൻ ഇവിടെ എടുക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പിന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ 685 ഓളം ഇന്നലെ മിനിയാന്ന് വന്ന ന്യൂസാണ്. 685 ആക്രമണങ്ങൾ ക്രിസ്ത്യാനികളോട് മാത്രം. അത്തരത്തിലൊന്നും വരാത്തത്. മുസ്ലിങ്ങളത് അവിടെ ഒന്ന് തോണ്ടിയാൽ ലോകം ചർച്ച ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിസു, ഈ മേത്തി വിഭാഗം എന്ന് പറഞ്ഞ ഈ മണിപ്പൂരിലുള്ള നിങ്ങൾ പൊക്കിക്കൊണ്ടിരുന്ന കാര്യമില്ല. അതിനകത്ത് 2 ലക്ഷം പേര് ഈ മേത്തന്മാരാണ്. എല്ലാരും ഇടപെടല്ലേ, ഓരോരുത്തരും സംസാരിക്കുന്നെങ്കിൽ വേറെ ആരെയും മൈക്ക് എടുക്കരുത്. യുപിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ മണിപ്പൂരല്ല. മണിപ്പൂർ ഞാൻ നിർത്തി. യുപിയിലെന്താ മേത്തന്മാരില്ലെന്നാണോ പറയുന്നത്? യുപിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പറയുന്ന കേക്ക്. അവിടെ 685 അറ്റാക്കുകളാണ്. ആകെ മുസ്ലിങ്ങളെക്കാളും മുറിയന്മാരാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. മുറിയന്മാരാണ് ഇതിനെല്ലാം കാരണം. മുറിയന്മാരാണ് ഇതിന്റെ എല്ലാം പിന്നണി ആയിട്ട് ഇങ്ങനെ ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലുന്നത്. പിന്നല്ലാതെ നിങ്ങൾ ഹിന്ദുക്കളുടെ തലയിലോട്ട് ആക്കുന്നതല്ലേ? എന്നിട്ട് എന്നാ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഹിന്ദുക്കളുടെ തലയിലാക്കുന്ന അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചു കൊള്ളുക. ഒരു നിമിഷം. ഇപ്പം ഒരു മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരായാലും ക്രിസ്ത്യൻസിനെതിരെ വന്ന് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും തിരിച്ച് അതേപോലെ പ്രതികരിക്കത്തില്ല. നമ്പർ 1. കാരണം ഞങ്ങളെ ക്രിസ്തു യേശു പഠിപ്പിച്ചിരിക്കുന്നത് സമാധാനത്തിന്റെ മാർഗമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. മനസ്സിലായോ? അത് വെറുതെ ഒന്നുമല്ല. തീർച്ചയായിട്ടും മണിപ്പൂര് തിരിച്ച് അറ്റാക്ക് കിട്ടുന്നു. കുക്കികളെ ഭീകര സംഘടനയായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കണ്ടില്ലേ? തമ്മിലുള്ള വിഷയങ്ങൾ ഇത്രയും വലുതായതിനു ശേഷമല്ലേ ഈ ക്രിസ്ത്യനും പിന്നെ ഹിന്ദുവും എന്നുള്ള ആ ഒരു ലേബൽ വന്നത് തന്നെ. ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുക്കികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. മെയ്ത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന RSS ബന്ധമുള്ള മേത്തികളിലെ ഭൂരിപക്ഷവും ഈ മുസ്ലിങ്ങളാണ്. അവരാണ് ഇതിനെല്ലാം തുടക്കം വിട്ടത്. ഈ മറ്റുള്ളവരുടെ വീട് കത്തിക്കാനും ഇതിനെല്ലാം ഇനിഷ്യേറ്റ് ചെയ്ത് അവരാണ്. അതിന്റെ പുറകിലാണ് കുറെ ഹിന്ദുക്കളും കൂടെ ഇതായിട്ട് ചേർന്നത്. അല്ലന ഒരു മിനിറ്റ് നിസു, നമ്മള് ഇത് പേഴ്സണൽ ആയിട്ടല്ലല്ലോ. ശരിയാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ RSS നന്നായിട്ട് ദ്രോഹിക്കുന്നുണ്ട്. RSS മാത്രമല്ല, പല വിഭാഗങ്ങളും പല ജനങ്ങളും ദ്രോഹിക്കുന്നുണ്ട് ഇന്ത്യയില്. എന്തുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളെ കണക്കിലെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രമാണത്തിൽ എഴുതി വെച്ചിട്ട്
ഉപദ്രവിക്കുന്ന ഒരേ ഒരു കൂട്ടം മുസ്ലിങ്ങളുള്ളൂ. ആ അത് തിരിച്ച് മറ്റേതൊക്കെ നിങ്ങൾ ആൾക്കാർ കള്ളു പ്രമാണം കുടിക്കും, കൊണ്ട് അവന്മാരുടെ അജണ്ടയും ഒരു അത് മിനിറ്റ് ആശയത്തിന് നിർത്തട്ടെ ആശയം കൊണ്ടാണ് നേരിടുന്നത്, നിസു ഒരു അല്ലാതെ മിനിറ്റ് RSSന് ഒറ്റ നിസു കൊടുത്തിട്ടല്ല. ഒരു മിനിറ്റ് നിർത്തട്ടെ. അതായത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട എല്ലാം കാരണം ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ പ്രമാണത്തില് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ലോകത്തിൽ ഒരേ ഒരു കൂട്ടം അത് മുസ്ലിങ്ങളാണ്. അതിപ്പോ നിസു ഇപ്പൊ ഞങ്ങൾ ആക്രമിക്കുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ അല്ല തീർച്ചയായിട്ടും ഒരു മിനിറ്റ് അത് വളരെ കറക്റ്റാണ്. ഞങ്ങള് നിങ്ങളെ പറയാനുള്ള കാരണം, ഇപ്പൊ നിങ്ങളിപ്പോ പേഴ്സണൽ അറ്റാക്ക്, ഇപ്പൊ ഞങ്ങളുടെ വർഗീസച്ചായനെയൊക്കെ നിങ്ങൾ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത് അതൊന്നും ഞങ്ങൾക്ക് രോമത്തിൽ പോലും ഏശില്ല. അല്ല അത് വിശ്വാസപരമായിട്ടുള്ള ഞങ്ങളെ ആക്രമണമാണ് കേട്ടോ, ബാധിക്കുന്ന അല്ലാതെ കാര്യം വർഗീസ് അച്ഛനെ എനിക്ക് പേഴ്സണലായിട്ട് ഒരു പ്രശ്നമില്ല. ഒരു മിനിറ്റ്, ഞങ്ങളെ ആ ബാധിക്കുന്ന കാര്യം നിന്റെ പ്രമാണമാണ്, മനസ്സിലായില്ലേ? നിന്റെ പ്രമാണത്തിൽ എഴുതി വെച്ചേക്കുന്ന വൃത്തികേടുകളാണ് അതിനാണോ ഞങ്ങളെ ബാധിക്കുന്നത്. RSSന് ഈ അല്ലാതെ നീ വിടുവേല ചെയ്തു നിന്റെ കൊടുക്കുന്നത്? വായി തോന്നിയതൊക്കെ പറയുന്നതൊന്നും അല്ല ഞങ്ങളെ അത് ബാധിക്കില്ല. നിങ്ങളെ RSSകാര് പരാജയമല്ലേ, ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളെ ബാധിക്കില്ല. ആശയപര അല്ല RSSകാര് ചെയ്യുന്നത് അതാ ഞങ്ങളെ ഞാൻ കൊന്നാലും ചോദിക്കുന്നത്, ഞങ്ങളെ ബാധിക്കുന്നില്ല. അതാ ഞാൻ അതായത് പറയുന്നത് സത്യാണ്. പ്രമാണമാണ് നിങ്ങളെ ഇവിടെ എല്ലാത്തിനെയും പ്രശ്നമാക്കുന്നത്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് സെർച്ച് കഴിഞ്ഞാൽ ഗബ്രിയേൽ എന്നും അതേപോലെ യേശു ക്രിസ്തു എന്നും അതേപോലെ മോശ എന്നൊക്കെ കാണുള്ളൂ. അതല്ല കാരണം അത് അതല്ലല്ലോ അല്ല, ക്രിസ്ത്യാനികളെ നിങ്ങൾ ഗൂഗിളിൽ പച്ചയ്ക്ക് പോലും മുസ്ലിം ക്രിസ്ത്യാനികളെ കാര്യങ്ങൾ പച്ചയ്ക്ക് ചർച്ച തീ ചെയ്ത് കൊളുത്തണമെന്ന് എഴുതി വെച്ചേക്കുന്ന പ്രമാണമല്ലേ? അല്ല മറ്റൊരു എഴുതി വെച്ച് പ്രമാണത്തിലും അവിടെ അങ്ങനെ നിൽക്കട്ടെ, ഇല്ല. അത് അവിടെ അപ്പൊ ഉണ്ടല്ലോ. നിങ്ങൾ ചിരിച്ചാലും ഞങ്ങൾക്ക് ആ യേശു ചിരിനെ ക്രിസ്തുവിന്റെ ഇല്ലേ, വിശ്വാസത്തിൽ നിങ്ങളെ എടുക്കാൻ പഴയ പറ്റില്ല. നിയമത്തിലില്ലേ, അതേപോലെ തന്നെ പഴയ പഴയ നിയമം നിയമത്തിലുണ്ടല്ലോ. ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യണമെന്നുണ്ടോ? പഴയ പഴയ നിയമം നിയമത്തിൽ ക്രിസ്ത്യാനികൾ ദൈവത്തിനല്ലേ ഫോളോ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടോ? ചെയ്യുന്നത്? പഴയ നിയമം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം ഉണ്ടോ? നിങ്ങൾ ഏതാ? യഹോവനെ തള്ളിയതാ, ഈ ശിവ പീഡിയൊക്കെ ഒരു തള്ളിയ പോലെ തള്ളലുമില്ല. നിങ്ങള്. യഹോവനെ ആ തള്ളിട്ട് ആരാ? യഹോവ ചെയ്തല്ലേ, യഹോവല്ലേ പറഞ്ഞത്. അന്നത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള എന്ത് നിയമങ്ങളാണ് പഴയ കുഞ്ഞുങ്ങളെ നിയമത്തിലുള്ളത്. കൊല്ലാന് പറയുന്ന ആ ദൈവത്തിന് തന്നെയല്ലേ ഇപ്പോഴും? ഇന്നത്തെ 21ാം നിങ്ങളെ നൂറ്റാണ്ടിലെ നിയമവ്യവസ്ഥയ്ക്കുള്ള ഞാൻ നിയമങ്ങളാണ് ഞങ്ങൾക്ക് ചോദിച്ചത് ക്രിസ്ത്യാനികൾക്കുള്ളത്. അതാണ്. ഞാൻ നിങ്ങൾ ചോദിച്ചത് അത് ദൈവം ഒന്നല്ലേ, ദൈവം ഒന്നല്ലേ, തൃത്വത്തിൽ എന്റെ ഒറ്റ പൊന്നെ, ദൈവം ദൈവത്തിൽപ്പെട്ട അന്നും ആളല്ലേ. ഇന്നും ഒന്നാണ്. ദൈവം അന്നും ഇന്നും ആ ഒന്നാണ്. അതാ ഞാൻ ചോദിച്ചത്, ആ ദൈവമാണ് ഈ മക്കളെയൊക്കെ കൊല്ലാൻ പറഞ്ഞത്. നിങ്ങൾ ആ മക്കളെ ദൈവത്തിനെ തള്ളുവോ? മക്കളെ യേശു കൊല്ലാൻ എന്ന് പറഞ്ഞ പറഞ്ഞ ഞാൻ പുതിയ ചോദിച്ചോട്ടെ? ദൈവത്തിന് മാത്രമായിട്ട് ഒരു മിനിറ്റ് നിങ്ങൾ യേശുവിനെ മാത്രമായിട്ട് ദൈവത്തിന് എടുക്കൂ, ഒരു മിനിറ്റ്. യഹോവനെ തള്ളൂ. മുസ്ലിമിലെ ഒരു കുഞ്ഞു ഒരു കൊച്ച് സെക്കൻഡ് ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത് അള്ളാന്റെ കുഴപ്പമാണോ? മുസ്ലിമിലെ ഒരു കുഞ്ഞു കൊച്ച് ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത് അള്ളാഹിന്റെ കുഴപ്പമാണോ? അള്ളായുടെ കയ്യിൽ നിന്ന് പോയിട്ടാണോ ആ കുഞ്ഞ് മരിക്കുന്നത്? അള്ളയ്ക്ക് ഒരു കൺട്രോളും ഇല്ലേ? ഇയാളെന്ത് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. മുസ്ലിങ്ങൾ എന്റെ ക്യാൻസർ നിസു, പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ ജീവന്റെ ഉത്തരവാദിത്തം, അതിന്റെ ഓണർഷിപ്പ് ദൈവത്തിനാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ നീ ഇപ്പൊ തള്ളി പറയണം അങ്ങനെയാണോ? മുസ്ലിമിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ദൈവത്തിനാണോ? ചെറ്റത്തരാണെന്ന് അല്ലല്ല, പറയാൻ ഒരു മിനിറ്റ് പറ്റുമോ? മാന്യമായിട്ട് മുസ്ലിമിലെ സംസാരിച്ചില്ലെങ്കിൽ ഞാനും ചെറ്റത്തരം വിളിച്ചു പറയും. മാന്യമായിട്ട് സംസാരിക്കും. അല്ല, മാന്യമല്ല ഞാൻ പറയുന്നത്. അല്ല, ഇപ്പൊ ദൈവത്തിന്റെ പേര് വെച്ചിട്ട് ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയും. ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്യൂ. പിന്നെ ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്യൂ. നിസു മ്യൂട്ട് ചെയ്യണം കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് ഈ ചർച്ച എങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് വേറെ രീതി തലത്തിലേക്കേ പോകത്തുള്ളൂ, മനസ്സിലായല്ലോ? അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ എന്താ പറഞ്ഞ മുസ്ലിങ്ങളല്ല കൊല്ലുന്നത്, ഹിന്ദുക്കളാണ് കൊല്ലുന്നത്. അതുമല്ല ഞങ്ങള് ഹിന്ദുക്കളല്ല കേട്ടോ, ഹിന്ദുക്കളല്ല, RSS. എന്തോ ആയാലും ശരി, ഞങ്ങൾ അവർക്ക് ഇല്ല, അങ്ങനെ ഹിന്ദുക്കൾ നിങ്ങൾ പറയരുത്, സംഖ്യകൾ. ഒരിക്കലും ഹിന്ദുക്കൾ ആരും ഉപദ്രവിക്കൂല. വാട്ട് ഇറ്റ് ഈസ് ഓക്കെ. അവർക്ക് വിടുവേല ചെയ്യുന്ന പറഞ്ഞു നിശിതമായിട്ട് ഓരോ റൂമിലും അവർക്കെതിരെയും ശക്തമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതൊന്നും നിസു കേൾക്കാഞ്ഞിട്ടാണ്, മനസ്സിലായോ? അല്ല, ഹിന്ദുക്കളെതിരെ ഞങ്ങൾ ഒന്നും സംസാരിക്കാറില്ല. സംഖ്യകള് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുന്നുണ്ട്, പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗം. ആ സംഖ്യക്ക് വേണ്ടിയിട്ടാണ് പരിപാടി. അങ്ങനെയാണോ? ഖുർആൻ ആചരിക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികൾക്കെതിരെയല്ലേ? ഒരു മിനിറ്റ് ഇവനെ ഇവിടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഒരു മിനിറ്റ്, നമ്മൾ എടുക്കുന്നുണ്ട്. ന്യൂക്ലിയർ. ഒരു മിനിറ്റ്. ഇവരുടെ വാദമാണ് യഹോവ കുഞ്ഞുങ്ങളെ കൊന്നുള്ളൂ. ഞങ്ങളുടെ വാദമല്ല, യഹോവ പറഞ്ഞ വാദമാണ്. മുസ്ലിം വിഭാഗത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് അള്ളാഹയുടെ കുഴപ്പമാണെന്ന് നീ കൊല്ലുന്നതും പിന്നെ മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അവിടെയാണ് പ്രശ്നം. അതെങ്ങനെയാണ്? പിന്നെ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതും കൊല്ലാൻ പറയുന്നതും ഒരേപോലെ.
നെസു അല്ല അത് നിങ്ങൾ അള്ളാഹു തീരുമാനിച്ചിട്ടല്ലേ? അപ്പൊ നിങ്ങളാണ് അല്ല ഡേഞ്ചറസ്, ഫിന്നി ഞാൻ ബ്രദറെ അത് ഒരു അള്ളാഹു മനസ്സിലാക്കുന്നത്. മിനിറ്റ് തീരുമാനിച്ചിട്ടല്ലേ? നിങ്ങൾ ഈ പറയുന്നത് പലസ്തീനിലെ മണ്ടത്തരാണ്. കുഞ്ഞുങ്ങൾ മരിക്കുന്നത് നിങ്ങൾ നിസു മണ്ടത്തരാണ് പലസ്തീനിലെ പറയുന്നത്. കുഞ്ഞുങ്ങൾ ആ മരിക്കുന്നത് ഒരു എങ്ങനെയാ? പോട്ടെ ഫിന്നി ബ്രദറെ, അല്ല ഒരു നിങ്ങളിപ്പോ മിനിറ്റ് പറയുന്നത് വളരെ അല്ല മണ്ടത്തരാണ്, ഇവരുടെ ഡേഞ്ചറസ് തിരുവചനം ആയിട്ടുള്ള പറയാണ് ഒന്ന് സ്റ്റേറ്റ്മെന്റാ. മ്യൂട്ട് യഹോവ ചെയ്യാവോ? കുഞ്ഞുങ്ങളെ ഒന്ന് മ്യൂട്ട് കൊല്ലുന്നു. ചെയ്യാവോ എന്ത് പ്ലീസ്? ഒന്ന് ബേസിലാണ് മ്യൂട്ട് ഇവര് ചെയ്യൂ. പറയുന്നത്? ഫിന്നി ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഫിന്നി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ, മ്യൂട്ട് ചെയ്യൂ. നിസ് എല്ലാവരും കൂടെ മൈക്കെടുത്ത് സംസാരിച്ചാൽ ശരിയാകത്തില്ല. ഒരു ന്യൂക്ലിയർ ബ്രദർ സംസാരിക്കൂ. നിസു നിസുന് ഈ ടോപ്പിക് മോളിൽ കിടക്കുന്ന ടോപ്പിക് കണ്ടോ? ആ ടോപ്പിക്കിനെ കുറിച്ച് നിസുന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല വാസ്തവകന്റെ ഭാര്യയെ ഞാനേ വിവാഹം കഴിക്കുന്നത് ഉത്തമ മാതൃകയാണോ? ഒരു മിനിറ്റ്, ആണോ നിസു? ഞാന് അതിനെ കുറിച്ച് അല്ല സംസാരിക്കും. ഒരു മിനിറ്റ് ഞാന് അതല്ല ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നത്. ഇവിടെ ഈ നസറീന് ഇവിടുത്തെ സംഘികൾക്ക് വീഡിയോ ഉണ്ടാക്കി കൊടുത്ത പോലെ കേരള ഹിസ്റ്ററി എന്താണ് കേരള നിസു സ്റ്റോറിയിലേക്ക് വേണ്ടിയിട്ട് ഇതിനെ കുറിച്ച് ഇവിടെ വിളിച്ച് മാമൻ സംസാരിക്കാൻ വന്ന് വന്നേ. പറഞ്ഞു. നസ്രീം ഞാൻ ബ്രദറിനോട് അതിനെ കുറിച്ച് നിസു പറയാൻ. ഒരു മിനിറ്റ്. നസറീനല്ല പറഞ്ഞത്, മാമൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. പിന്നെ നസറീന് ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിക് നിസു നിസു കേരള നിസു 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 സ്റ്റോറിയിലേക്ക് നിസു നിസു ഒന്ന് മ്യൂട്ട് ചെയ്യൂ. വീഡിയോ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഒന്ന് മ്യൂട്ട് സത്യത്തിൽ ചെയ്യും. ഓക്കെ അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ ഓക്കെ നിൽക്കും, മ്യൂട്ട് ചെയ്യൂ. ഇത്രയ്ക്കും തരം ഒരു താന്നു പോയോ നിമിഷം, ഒരു ക്രിസ്ത്യാനികൾ സെക്കൻഡ്, എന്നുള്ളത്? ഒരു സെക്കൻഡ് നിസു, അതെല്ലാം നമുക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഈ റൂം ഇട്ടിരിക്കുന്ന ഏത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങളത് സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ 2 ദിവസമായി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് അങ്ങനെ നടന്നിട്ടില്ല എന്നോ നിങ്ങൾക്ക് റെഫറൻസ് വെച്ച് തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, പ്ലീസ്. ഓക്കെ. നിസു മൈക്ക് എടുത്തിട്ട് ഈ മോളിലത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. അല്ല എനിക്ക് ഈ വളർത്തുമകന്റെ ഭാര്യയുടെ കാറ്റടിപ്പിച്ച് നഗ്നത കാണിപ്പിച്ച് അള്ളാനെ പറ്റി പറഞ്ഞാലും മതി. ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? എന്തേലും പറയാനുണ്ടോ നിസു? നിസു പറയണ്ടോ? മോളിലത്തെ ടോപ്പിക്കിൽ അപ്പൊ പറയണ്ടോ? എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ സഹോദരന്മാരും കൂടെ കൊടുക്കണം. കാരണം മുസ്ലിങ്ങൾ നിങ്ങളോട് ആശയപരമായാണ്, അതിന് നിങ്ങൾ ആയുധം എടുക്കുന്ന പരിപാടി ഇത് എന്താ? ഞങ്ങളിത് ആശയല്ലേ നിസു മനസ്സിലായോ? പറയണേ? ഇത് അല്ല, ആശയത്തോട് തന്നെ ഇത്തരം പറയണേ. RSSന് വീഡിയോ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു നല്ലൊരു പരിപാടിയല്ല. അപ്പൊ അത്തരം വൃത്തികെട്ട ഏർപ്പാടിലേക്ക് നസറീനോടൊന്നും പോരുതെന്ന് പറയണം. നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കൊടുക്കുന്ന പരിപാടി ഞങ്ങൾ എടുക്കുന്നു. ആളുകൾ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയ്യാതിട്ടൊന്നുമില്ല. RSS നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പറയുന്ന ഈ സുവിശേഷം പറയുന്ന ഓരോ നാടുകൾ നിങ്ങൾക്കറിയാലോ, ജാർഖണ്ഡ് പോലത്തെ, അതായത് ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത പല നാടുകളിലും ഒരു സെക്കൻഡ് ഞാൻ നിസു ഈ സംസാരം വേണ്ട നിസു, ഈ സംസാരം വേണ്ട, ഈ സംസാരം എടുക്കുന്നില്ല. അല്ല, ഞാൻ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നു. ഓക്കെ, ഈ സംസാരം ഇവിടെ എടുക്കുന്നില്ല. നിങ്ങൾ ഇത് ചെയ്യുന്നത് ഈ സംസാരം എടുക്കുന്നില്ല, നിങ്ങൾ പറയൽ നിർബന്ധമാണ്. നിങ്ങൾ ഇതിപ്പോ പറഞ്ഞത് വളരെ ഡേഞ്ചറസ് ആണ്. ഞാനത് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. നസറീന് ഇത്രയ്ക്ക് മാരകമായ വശമാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു വിഭാഗം മാത്രമാണ്. കത്തോലിക്കക്കാർക്ക് അടക്കം പ്രശ്നം ഉണ്ടാക്കുന്ന രീതി. ഒരു സെക്കൻഡ് മ്യൂട്ട് ചെയ്യൂ. ഇപ്പോൾ നസീൻ ബദർ ഈ റൂമിലില്ല. ഇവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കതിന് ആൻസർ പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം വരുമ്പോൾ നേരിട്ട് സംസാരിക്കുന്നതാണ് മാന്യത. ഈ റൂമിലെ ഒരു ഡെക്കോറോ അതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ അനുവദിക്കുന്നതല്ല. പ്ലീസ്, നിങ്ങൾക്ക് നിസുവിന് ഈ മുകളിലിട്ടിരിക്കുന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനുണ്ടോ? ഇല്ല. നസറീൻ പറഞ്ഞതല്ലല്ലോ ഇവിടെ. നസറീനാണോ പറഞ്ഞത്? ഇവിടെ മാമനാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. മൈക്കിൾ കേട്ടില്ലത്? മൈക്കിൾ കേട്ട കാര്യല്ലേ ഇതെന്ന് പറയുന്നത്? ഒരു സെക്കൻഡ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് മാമന് പോയിരിക്കുന്നത്. ക്രിസ്ത്യാനികള് ഈ സ്റ്റോറിക്ക് വേണ്ടി കാസ ചെയ്ത് കൊടുത്താൽ ഞങ്ങള് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കാസാണെങ്കിൽ ഞങ്ങൾ ആ ലെവലിലേക്ക് കാണുക. പക്ഷെ നിങ്ങൾ ഈ പരിപാടി എടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ ഗൗരവത്തോടെ ഞാനത്. ഓക്കെ, മാമനച്ചായം വെച്ച ആ ഒരു പോയിന്റിന് താങ്കൾ എന്ത് ചെയ്യണം? മാമനച്ചായം വരുമ്പോൾ ഇതേപോലെ വന്ന് മാന്യമായ രീതി സംസാരിക്കും. ഇപ്പോൾ ഈ റൂമിൽ മാമനച്ചാനും ഇല്ല, നാസിൻ ബറും ഇല്ല. നമ്മുടെ റൂമിന്റെ ഡെക്കോറ ഇവിടെ ഇല്ലാത്ത ഒരാളിനെ കുറിച്ച് ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ. എടുക്കുന്നില്ലെന്ന് പ്ലീസ് വെയിറ്റ് ചെയ്ത് എടുക്കുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ ഇവിടെ ഉപദേശം പോലെയാണ് ഞാൻ തരുന്നത്. ഞാൻ നിങ്ങളെ തെറി പറയാനൊന്നുമല്ല. അത് ജസ്രീന ചെയ്യുന്നത്. മാമനച്ചാൻ ഇവിടെ ഇരുന്നപ്പോ നിസു എവിടെയായിരുന്നു? ഉണ്ടായിരുന്നപ്പോ നിസു എവിടെയായിരുന്നു? ഞാൻ കുറെ എൻട്രസ് ചെയ്തിരുന്നു.
അല്ല അല്ല ഞാൻ നിസു 2 മിനിറ്റ് ആരെങ്കിലും സംസാരിച്ചു. ഞാൻ അത് കഴിയുമ്പോൾ നിസൂനുള്ള മറുപടി നിസു കറക്റ്റ് മറുപടി ഞാൻ ഞാൻ കൊടുക്കും. പറയുന്നത് അത് ഇപ്പോൾ വളരെ ഡേഞ്ചറസ് ആ നിങ്ങൾക്ക് ആശയം എന്ത് കൊണ്ട് ഡേഞ്ചർ നേരിടാൻ ആയാലും കഴിഞ്ഞില്ലെങ്കിൽ ഈ എന്ത് പറഞ്ഞ ഡേഞ്ചർ ആയാലും ഒരു നിമിഷം എന്ത് ഡേഞ്ചർ ആയാലും അത് അവരുള്ളപ്പോൾ സംസാരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ ഈ ടോപ്പിക് നിങ്ങൾ എടുക്കുന്നില്ല. പറ നിങ്ങൾ പറ ഈ നിങ്ങൾക്ക് പറയാൻ മുസ്ലിങ്ങളെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. സംഘപരിവാറിന് ഒറ്റ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ സംഘപരിവാരോട് ഒറ്റാതിരിക്കുക. നമുക്കത് വിഷയമുള്ള കാര്യമല്ല. പ്ലീസ് നിങ്ങൾ ഈ ഞങ്ങളല്ല, ടോപ്പിക്കിൽ സംസാരിക്കും. നിങ്ങൾ ആളുകൾ മുസ്ലിങ്ങളെ, ഞങ്ങൾക്ക് ആ പരിപാടി ഇല്ല. ഞങ്ങൾ സംഘികൾക്കെതിരെ റൂമിടുന്ന പോലെ ക്ലബ് ഹൗസിൽ ആരും റൂമിടുന്നില്ല. മിസ്റ്റർ അന്ന് സംസാരിച്ച ഓർമ്മയുണ്ട് രാത്രി ഇതേ ടൈമിലുണ്ട് അന്ന് മുസ്ലിംസിന്റെ കാര്യമൊക്കെ പറഞ്ഞ നീ എന്നെ കൊറേ പറ്റിച്ചു. എന്താ ഞാൻ പറ്റിച്ചത് ജോയലെ? ഞാൻ നിനക്ക് മാന്യമായിട്ട് സംസാരിക്കല്ലേ ചെയ്തത്. ജോയലിന് എന്താ ഞാൻ പറ്റിച്ചു പറ. അന്ന് ഇല്ല ജോയൽ കൊറേ ബ്രദറെ പറഞ്ഞു വിട്ടാരെ ആയത്തൊക്കെ ആ ഒരു സെക്കൻഡ്. നിസുവിന് ഈ കാര്യത്തിൽ സംസാരിക്കണമായിരുന്നു. അതില്ലെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു മിനിറ്റ്, ജോയൽ എന്തോ ഇവിടെ ഓക്കെ പിന്നെ ജസ്റ്റ് കോൺട്രവേഴ്സറി ആയിട്ട് എന്തോന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് മനസ്സിലായില്ല ജോയലിന്. ഞാൻ എന്താ പറ്റിച്ചെന്ന് പറ. അല്ല ഈ മതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അന്ന് രാത്രി ഇങ്ങനെ സംസാരിച്ച് ഫുള്ള് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു. ഇപ്പൊ എന്താ നടക്കണ ഈ ജോയലിന് മാന്യമായിട്ട് ഞങ്ങൾ ജോയൽ ബ്രദറെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് തന്നു. സംസാരിക്കണ്ട. ജോയലിന് അതൊന്നും ന്യൂക്ലിയർ പറ്റില്ല ബ്രദറെ എന്ന് നമ്മുടെ പറഞ്ഞു. ഇവിടെ ജോയലിന് ഇങ്ങനത്തെ നിസുവിന്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, മാന്യമായിട്ട് നിസുവിന് സംസാരിക്കാൻ പറ്റും ഈ ടോപ്പിക്കിൽ നിന്ന്? വേറെ ഒരു കാര്യം ഞങ്ങൾക്ക് കൂടെ കേൾക്കണ്ട. നിസുവിന് ഈ ടോപ്പിക്കിൽ നിന്ന് മാന്യമായിട്ട് അവസാനത്തെ മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റും? ഞാനിപ്പോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഇതിലല്ല ഞാൻ വന്നത്. അന്ന് നിസു സംസാരിക്കാൻ പറ്റും. ഓക്കെ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻസിലിരിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് മാത്രമല്ല. അല്ല മൈക്കിൾ ബ്രദറെ, അല്ല നിസുവിനെ ജസ്റ്റ് ഒന്ന് എടുക്കാം, ഒരു കാര്യം കേൾപ്പിച്ചു കൊടുക്കണം. ഒറ്റ മിനിറ്റ് ഒന്ന് എടുക്കാം. സെക്കൻഡ് എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒരു സെക്കൻഡ്, നമ്മളിപ്പോൾ ഈ സ്പീക്കേഴ്സിൽ ഇരിക്കുന്നവർ മാത്രമല്ല, താഴെ ഒത്തിരി നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്നത്. അവർക്ക് ആർക്കും ഇൻട്രസ്റ്റ് അല്ല ഈ പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. മനസ്സിലായോ? അവർ കമന്റിൽ എഴുതിയിരുന്നുണ്ടല്ലേ. ഇനി മൈക്കിൾ ബ്രദറെ ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേക്ക്. അപ്പം കണ്ടല്ലോ, നിങ്ങളെ ആശയം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എന്നെ കുറ്റം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇതിനും വളരെ മോശമായിട്ട് കോഴിക്ക് ഇവിടെ വന്ന് ഒന്നും പറയാനില്ല. കോഴി ഇവിടെ വന്നിട്ട് നരേഷൻ വെച്ച് വീഡിയോ ഉണ്ടാക്കി കൊടുത്ത് ഇവൻ ആരാണ് ഇത് ചോദിക്കാനായിട്ട്? ഒരള്ളാഹുവിന്റെ അടിമയും വന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ അടുത്ത് ചോദിക്കണ്ട, കേട്ടോ പറഞ്ഞത്. നീ ആദ്യം പോയി ആ മുഹമ്മദിന്റെ 2 ഉത്തമ മാതൃക പഠിച്ചുണ്ടോ? വളർത്തുമാന്റെ ഭാര്യ നിക്കാഹ് ചെയ്തതിന്റെ കാര്യം ഇവിടെ പറയും. അതെ, അവൻ നമ്മുടെ ലീ സിസ്റ്ററെ വരെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ട് മാന്യതയ്ക്കുള്ള ക്ലാസ് അവൻ ലീ സിസ്റ്ററല്ല. ഇവന് ആരെ പറഞ്ഞാലും അവൻ ഇവിടെ പറഞ്ഞവന്റെ മുഹമ്മദിനെ ആകാശത്തല്ല അതിന്റെ അപ്പുറത്തോട്ട് വിടുകൂടാ. മനസ്സിലായോ? കോഴിനിസു, നീ ആദ്യം തന്നെ ചോദിച്ചതിന് ഉത്തരം പറ. ഇവിടെ കിടന്ന് ഞങ്ങളത് പൊട്ടന്മാരാണോ മുസ്ലിങ്ങളെ പോലെ? നസറീം പറഞ്ഞ്, മാമനച്ചായം പറഞ്ഞ്, അതിനിപ്പോ നിനക്കെന്താന്നേ? നീ ആരാണ് ചോദിക്കാനായിട്ട്? നിന്നെ ആരും ഏൽപ്പിച്ചിട്ടുണ്ടോ? നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അള്ളാഹു ഒരു മുഹമ്മദ് ഒരു കുത്തുപുസ്തകം കൊണ്ട് വന്നേക്കാണ്. എന്നിട്ട് ക്രിസ്ത്യാനികളോടാണ് നീയൊക്കെ അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, ഞങ്ങൾ ദൈവമക്കളാണ്. ആ ഒരു റെസ്പെക്ട് നിനക്ക് വേണം ഞങ്ങളോട്. പറഞ്ഞു മനസ്സിലായോ? അള്ളാഹുവിന്റെ അടിമേനെ പോലെ ഞങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. മനസ്സിലായ? ദൈവമക്കളോട് നിനക്ക് റെസ്പെക്ട് ആവാൻ നിസു. നീ ആരെയാണ് ഇവിടെ ഒന്ന് പഠിപ്പിക്കാൻ വന്നേക്കണേ? വളർത്തുമകന്റെ ഭാര്യയെ നിക്കാഹ് കഴിച്ച ഒരു മ്ലേച്ഛനല്ലേ നീ പ്രവാചകനായിട്ട് കൊണ്ടു കിടക്കുന്നത്? നിനക്ക് ഇത് ചോദിച്ചിട്ട് നിനക്ക് എന്താ ഉത്തരം മുട്ടിയോ? നിനക്ക് ടൈറ്റിൽ കണ്ടായിരുന്നോ നീ ഇവിടെ എന്താ എഴുതിയിട്ടേക്കണേന്നുള്ളത്? നീ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കാൻ നോക്കണോ? ന്യൂക്ലിയർ ബ്രദർ 1 സെക്കൻഡ്. ഈ പുള്ളിക്കാരന് കുറച്ച് ദിവസമാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ സംസാരിക്കേണ്ടത്. അതായത് കഴിഞ്ഞ ആഴ്ച ഇട്ടതും ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇടുന്ന ടോപ്പിക്കും ഇതെല്ലാം പുള്ളിക്കാരൻ വന്ന് കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ റൂമിൽ ഇല്ലാത്ത ആൾക്കാരെക്കുറിച്ച് ഒരു ഇത് വെക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ ഈ റൂമിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് നമ്മുടെ ഈ ഇവിടത്തെ ഒരു നിയമം പോലെ വെച്ചിരിക്കുന്ന സംഭവമാണത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വേറെ ആരുമില്ല, സ്പീക്കേഴ്സ് പാടില്ല,
നമ്മുടെ പിന്നെ ലീ സിസ്റ്ററോ അല്ലെങ്കിൽ വർഗീസ് സാറോ ആരും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ പുള്ളിക്കാരനെ എടുത്തത് തന്നെ. കാരണം നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കുകയായി. പക്ഷേ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വിഷയം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ താഴെ ഇറക്കിയത്. സോറി. ഇല്ല ഓക്കെ. കുഴപ്പമില്ല ബ്രദറെ, കുഴപ്പമില്ല. അല്ല ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല. ഇവനൊക്കെ അപകർഷതാബോധമാണ്. നിയമം അക്ബർ പറഞ്ഞിട്ട് അപകർഷതാബോധമാണ്. ആ വൃത്തികെട്ട മുഹമ്മദിന്റെ രണ്ട് ഈ വളർത്തുമകളായ ഈ സയ്യിദിന്റെ ഭാര്യ സൈനബിനെ കെട്ടിയതിൽ ചോദ്യം ചോദിച്ചപ്പോ അവന് ഉത്തരവില്ല. പറഞ്ഞു മനസ്സിലായി. അവൻ ഇവിടെ വന്നിട്ട് അവൻ ഇതൊന്നും അല്ല അറിയേണ്ടതേ. അവൻ ഈ ടോപ്പിക്ക് മാറ്റി കുറച്ചു നേരം നമ്മളെ പൊട്ടം കളിപ്പിക്കാന്നാണ് ഇവൻ വിചാരിച്ചേക്കണേ. ഞങ്ങളെന്താ മദ്രസയിൽ പഠിച്ച പിള്ളേരാണോ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കാനായിട്ട്? അത് ഈ മാമൻ ബ്രോ ഇവന് ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്താ അറിയോ? കാരണം പുള്ളി ഒരു സത്യം കണ്ടുപിടിച്ചു. ഇവനൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്നവനാണ്, മൊബൈൽ റിപ്പയറിങ്. അവിടെ വരുന്ന റിപ്പയറിങ്ങിന് വരുന്ന സകല മൊബൈലിലും ഇവൻ ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്ത് മറ്റേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പല പേരുകളില് പല പെമ്പിള്ളാരെയൊക്കെ ഉണ്ടാവും, പലരെ ഉണ്ടാവും പല മൊബൈലിലും. ഇവൻ അതാണ് ഈ മാറ്റി മാറ്റി ഇപ്പൊ തന്നെ അവൻ ചെയ്തെന്താ, അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഫോണിലേക്ക് വേറൊരു ഫോണിൽ നിന്നുള്ള കോഴി ഊന്നതാണ് മറ്റേ ശബ്ദം അവൻ ഉണ്ടാക്കുകയാണ് ശരിക്കും പറഞ്ഞത്. ഒരിക്കലും സംസാരിക്കുന്ന ഫോണിൽ നിന്ന് ഉടനെ തന്നെ അത് സെയിം ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പകരം അവൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സംസാരിച്ചിരുന്ന ഫോണിൽ വേറെ ഫോണിൽ നിന്നുള്ള ഒരു ഇത് കളിയാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവന്റെ പരിപാടി. ആ ദേഷ്യമാണ് അവന്. അത് നമ്മുടെ ന്യൂക്ലിയർ കളിപ്പിച്ചാണ് ആ സമയത്ത്. ഞാൻ അവന്റെ പാട്ട് കേൾപ്പിച്ചാണ്. അവന്റെ ദേശീയ ഗാനമുണ്ട്. വാരിയർ ബ്രദർ കണ്ടുപിടിച്ചാണ്. നിസുവിന്റെ ദേശീയ ഗാനമാണ്, ക്ലബ് ഹൗസിലുള്ള ദേശീയ ഗാനമാണത്. നിസു പാടി ഡാൻസ് കളിച്ച ഒരു പാട്ട്. ചിക്കൻ ഡാൻസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ചിക്കൻ ഡാൻസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിസു ഡാൻസ് കളിക്കുന്ന പാടി ഡാൻസ് കളിക്കുന്ന ഇത് കിട്ടും. ഇതൊക്കെ വല്ല കാര്യമുണ്ടോ നിസു? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോവാ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നു മാന്യമായിട്ട് സംസാരിക്കാനായിട്ട് ആരാണ് ഞങ്ങളുടെ അടുത്ത് പറയണേ? നിസു, ഇവിടെ ആരെങ്കിലും മാന്യതയില്ലാതെ സംസാരിച്ചോ? നിസുവിന്റെ അടുത്ത് വളരെ എത്ര പേര് പറഞ്ഞു ഈ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാനായിട്ട്? വളർത്തുമകന്റെ ഭാര്യയെ നിക്കാഹ് ചെയ്തത് ഉത്തമ മാതൃകയാണോ അല്ലേ? നിസു ഒന്നില്ലെങ്കിൽ ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. കോഴിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇരവാദമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ന്യൂക്ലിയർ. കാരണം ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവർക്ക് ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്താപ്പ എം അക്ബറിന് പോലും പറ്റുന്നില്ല. ഇപ്പം നമ്മളിവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും തുറന്നു പറഞ്ഞ കാര്യം, ഞാനിപ്പം നിങ്ങളെ കൂടിയിരിക്കുന്നതിന് വലിയ ഭാഗ്യമാണ്. കാരണം പഠിക്കാൻ ഉള്ള ഒരു അനുഗ്രഹം കിട്ടിയുണ്ട്. നമ്മളോട് പോലും ആ ഒരു ആശയത്തിൽ സംസാരിക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ, അവൻ്റെ ആശയം എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ആശയം എന്ന് പറഞ്ഞാൽ എന്തുണ്ട് അതിനകത്ത്? കോഴിനെ ഞാൻ പറയാം, വോയിസ് ചാറ്റിലൊക്കെ കോഴി വരും, നിസു വരും. നിസു വന്നിട്ട് അവര് ഇസ്ലാം സ്വീകരിച്ചു, ഇവര് ഇസ്ലാം സ്വീകരിച്ചു, അതാണ് ഇസ്ലാമിന്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഓരോ നരേഷൻ ഉണ്ടാക്കി അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. പ്രവാചകനെ പറഞ്ഞ അവനങ്ങോട്ട് മൊളി കേട്ടു എന്നാ പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാരും ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു സയ്യിദ് എന്ന് പറഞ്ഞൊരു വളർത്തുമകന്റെ ഭാര്യയുടെ അവള് ഡ്രസ്സ് മാറുന്ന സമയത്ത് ഒരു ഹാഫ് നേക്കഡ് ആയിട്ട് കണ്ടിട്ട് ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ മുഹമ്മദ് ചെയ്ത പരാക്രമങ്ങൾ എന്തൊക്കെയാണ്? ദത്തുപുത്ര സമ്പ്രദായം നിർത്തലാക്കുന്നു. അതിനോടുകൂടി ആ ദത്തുപുത്ര സമ്പ്രദായം നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പലരും ദത്തുപുത്രന്മാരെ കാണാൻ പലർക്കും ബുദ്ധിമുട്ടായി. അപ്പൊ മുഹമ്മദ് വേറൊരു ആയത്ത് കൊണ്ടുവന്നു, 5 പ്രാവശ്യം മുല കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലാന്ന്. ഇങ്ങനെയുള്ള സകല വൃത്തികേട് മുഹമ്മദ് കാണിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഈ സൈനബിനെ കെട്ടാൻ വേണ്ടി. ഈ മുലകുടി ആയത്ത് വരുന്നത് തന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ലേ വരുന്നത്. അപ്പോ ഇത്രയും വൃത്തികേട് കാണിച്ച ഒരുത്തനെ പ്രവാചകനായിട്ട് വെച്ചേക്കാണ്. എന്നിട്ട് തെളിയിക്കുന്ന ഇവിടുത്തെ ഉസ്താദുമാര് പോലും ഇതൊന്ന് വന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറ, അല്ലെങ്കിൽ ഇതൊരു മാതൃകയാണോ എന്ന് പറയാം. ഇവന്മാർക്ക് ഇതൊന്നും സംസാരിക്കാനില്ല.